പുള്ളിമാൻ കിടാവേ. ദേ നമുക്കിവനെ അങ്ങ് ചട്ടിയിലാക്കിയാലോ? ഓക്കെ അല്ലേ? ഇതാ അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. അതിനകത്തേക്ക് ഒരടപ്പ് വിനാഗിരി ചേർത്തു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3-4 കറിവേപ്പിൻ്റെ ഇല, 3 വെളുത്തുള്ളി, ഇത്രയും ഇട്ട് കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഈ ഇറച്ചിയിലോട്ട് ചേർത്ത് അതൊന്ന് ആ മസാലയൊക്കെ എല്ലാ ഇറച്ചി കഷ്ണത്തിലും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ഈ ഇറച്ചി ഇട്ട് കൊടുത്തു. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതിൽ നിന്ന് വെള്ളം ഇച്ചിരി വരുമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് സിം ഫ്ലെയിമിൽ. ഇതൊരു 15 ചെറിയുള്ളി ഉണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇച്ചിരി കറിവേപ്പില, ഇത്ര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ആ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ബീഫ് മസാലയും ചേർത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തക്കാളി ആണെങ്കിൽ തക്കാളി ചേർക്കാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നാട്ടിൽ കിട്ടില്ലേ സാധനം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൂടെ നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇല അത് ഉണക്കിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ, അതും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് അതവിടെ ഇരുന്ന് ഒന്നുകൂടെ ആവട്ടെ. ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പ് വരുമോ നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ഞാൻ കുറച്ച് പോർക്ക് മസാലയും കൂടെ ചേർത്തായിരുന്നു. അപ്പോഴാണ് ഒരു ഗും കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ നല്ല വേവൊക്കെ നല്ല പാകമായ എല്ലിനകത്ത് നിന്ന് മജ്ജയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കോമ്പിനേഷനായിട്ട് കൂടെയുള്ളത് നമ്മുടെ പാലപ്പമാണ്. അവിടെ പാലപ്പം റെഡിയാവുന്നുണ്ട്. അങ്ങനെ നല്ല കിരീരാന്നുള്ള പാലപ്പവും നല്ല മാനിറച്ചി കറിയും. അതേന്നേ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മൾ അൻസാർ ഗാലറിയിൽ മേടിക്കാൻ പോയില്ലേ, ആ മാനിറച്ചി. അപ്പോൾ സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ വെന്ത് വരുമ്പോഴല്ലോ നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. കഴിക്കാൻ തോന്നും. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കടൽ കിടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. ടേക്ക് കെയർ. ബൈ.